ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു കുക്കിംഗ് വ്ലോഗാണ്. ഒരു റെസിപ്പി നമുക്കൊന്ന് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. ഇതിപ്പോൾ തേങ്ങ അരച്ച ഒരു ചെമ്മീൻ കറിയാണ്. ഫസ്റ്റ് തന്നെ നന്നായിട്ട് ചെമ്മീനൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട്, ചെമ്മീൻ കഴുകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കറുപ്പ് നൂല് പോലെ ഉണ്ടാവും, അതൊക്കെ വൃത്തിയാക്കണം. ഇല്ലെങ്കിൽ ചിലർക്ക് വയറിന് പറ്റില്ല അത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് പുളി ഒഴിച്ച് ഇതിപ്പോൾ വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് വേവും വേണം കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങ വേണം. തേങ്ങയിൽ കുറച്ച് ജീരകം, ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടിയും വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ചെമ്മീൻ അത്യാവശ്യം വെന്തിട്ടുണ്ട്. വലിയ ചെമ്മീനായതുകൊണ്ട് നന്നായിട്ട് വേവണം. ഇനി അടുത്തത് ഒരു 2 തക്കാളി എടുക്കുക. അതിലേക്ക് 2 തക്കാളി, 2 പച്ചമുളക്, എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് പച്ചമുളക് എടുക്കാം. ഇവിടെ 2 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. 2 തക്കാളി നല്ല പുളിയുള്ള തക്കാളിയാണ്, നാടൻ തക്കാളിയാണ്. അതിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടി വേവട്ടെ. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് വെന്ത് വന്ന കറിയിലേക്ക് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് വാങ്ങി വെച്ചാൽ മതി. ഇപ്പോൾ എനിക്ക് കളർ കുറച്ച് കുറവായതുകൊണ്ട് കാശ്മീരി ചില്ലി കുറച്ചും കൂടി ഞാൻ ചേർത്തു. ഒരു തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ കറിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണയിൽ ഉള്ളി മൂപ്പിച്ചിട്ട്, ചെറിയുള്ളിയും കറിവേപ്പിലയും ചെറിയുള്ളി നന്നായി മൂപ്പിച്ചിട്ട് ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സ്മെല്ലാണ്. അത് കുറച്ച് നേരം ഇരിക്കണം. ഏത് കറിയാണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് കറിയിലൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു വറവിടുക. അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും. അത് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ചോറിന് ഈ ഒരൊറ്റ കറി മതി, വേറെ കറികളൊന്നും അഡീഷണൽ വേണമെന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.